കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണ എന്ന വാർത്ത ഇന്ന് ഒരു ഉച്ചയോടുകൂടിയാണ് പുറത്തേക്ക് വന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് ആളപായം ഇല്ല എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഏറ്റവും സമാധാനപരമായ ഒരു വാർത്ത. പക്ഷേ ഇത് സർക്കാരിന്റെ ഒരു വീഴ്ചയാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേയുടെയും ഒരു വീഴ്ച തന്നെയാണ്. കാരണം ഇത്രയേറെ നമുക്കറിയാം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ലോക്ക് ടവർ ഏത് നിമിഷവും നിലപൊത്താം എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് സമയബന്ധിതമായി അതിന് ഒരു അറ്റകുറ്റപ്പണി ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പൊളിച്ചു കളയുകയോ ചെയ്യേണ്ടിയിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്കറിയാം, കാലവർഷം മലബാർ മേഖലയിൽ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയാണ്. കോഴിക്കോട് 2 ദിവസമായി മഴ നിർത്താതെ പെയ്യുന്ന ഒരു സമയത്താണ് ഈ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവിടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപകടം നടന്നത്. അവിടെ യാത്രക്കാർ കുറവായിരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ജീവനും നഷ്ടപ്പെടാതെ നിന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ ട്രാക്കിലുള്ളപ്പോഴാണ് ഈ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്ലാറ്റ്ഫോമിലും ട്രാക്കിലുമായിട്ടാണ് ക്ലോക്ക് ടവർ പതിച്ചത്. ഇത് പൊളിച്ചു നീക്കിയാൽ മാത്രമേ ഇനി സർവീസ് പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ സർവീസുകൾ മൊത്തത്തിൽ ഒന്ന് താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ട്രെയിനുകളെല്ലാം തന്നെ മണിക്കൂറോളം വൈകി ഓടാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. 130 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷമാകും ഇതുവഴിയുള്ള ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കുക. 4 ട്രാക്കുകളാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ ഉള്ളത്. ഇതിൽ 3 ഇപ്പോൾ പൂർണ്ണമായി തന്നെ അടച്ചിരിക്കുന്നു. കാരണം ആ ക്ലോക്ക് ടവർ തകർന്നു വീണത് കൊണ്ട് തന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് നിലവിലുള്ള സർവീസുകളെല്ലാം തന്നെ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. മംഗളൂരിൽ നിന്നടക്കം വരുന്ന ട്രെയിനുകളെല്ലാം തന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത ട്രെയിനിന് പോകാനുള്ള സിഗ്നൽ കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു സമയം, അതായത് മണിക്കൂറോളം വൈകി ട്രെയിൻ ഓടും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു പ്രധാന കാര്യം. 10000കണക്കിന് യാത്രക്കാർ ദിനം പ്രതി വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രം സർവീസ് ക്രമീകരിക്കുമ്പോൾ ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പകൽ 11 മണിയോടെയാണ് ക്ലോക്ക് ടവർ തകർന്നു വീണത്. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് വരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിടുകയും ചെയ്തു. അതിനുശേഷം ട്രെയിൻ ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിരിച്ച് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ജനശതാബ്ദി കല്ലായിൽ നിന്നാണ് പുറപ്പെടാൻ തീരുമാനിച്ചത്. ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എറനാട് എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടുകയാണ്. ബംഗളൂരിൽ നിന്ന് കോഴിക്കോടേക്കും തിരിച്ചുമുള്ള എക്സ്പ്രസ് ട്രെയിൻ വെസ്റ്റ് ഹിൽ വരെ സർവീസ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. ദിവസവും 50-ൽ-അധികം ട്രെയിനുകൾ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട്. ഇവിടെ ഒരു ട്രാക്കിൽ മാത്രമായി സർവീസ് നിയന്ത്രിച്ചതിനാൽ എല്ലാ ട്രെയിനുകളും വൈകും. ലോക്കൽ പാസഞ്ചർ ട്രെയിനുകൾ കല്ലായിലേക്കും വെസ്റ്റ് ഹില്ലിനും ഇടയിൽ സർവീസ് നടത്തുന്നില്ല. കോഴിക്കോടിന്റെ 2 ഭാഗത്തുള്ള സ്റ്റേഷനുകളിലും പിടിച്ചിട്ടുണ്ട്. ദീർഘദൂര ട്രെയിനുകൾ 4ാമത്തെ ട്രാക്കിലൂടെ ഓടും. ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെത്തി സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാകും ഇനി സർവീസ് പുനഃസ്ഥാപിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ വൈകുന്നതിൽ ജനപ്രതിനിധികൾ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ക്ലോക്ക് ടവർ ഇന്ന് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ട്രാക്കിൽ ട്രെയിൻ നിർത്തിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ജനങ്ങൾ അടക്കം അല്ലെങ്കിൽ MLA-മാർ അടക്കം ചോദിക്കുന്നുണ്ട്. അതേസമയം എറണാകുളത്ത് നിന്ന് കായംകുളത്തേക്കുള്ള മെമു ട്രെയിനിൽ പുക ഉയരുന്നതും വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി യാത്രക്കാർക്കിടയിൽ സൃഷ്ടിച്ചു. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിന്നിലെ ബോഗിയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് യാത്രക്കാർ ഇറങ്ങിയ ശേഷം വ്യക്തമായ റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. എന്താണ് കാരണമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും അന്വേഷിച്ചു വരികയാണ്. ഇതിന് ശേഷമുള്ള ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഈ 2 സംഭവങ്ങളിലും, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണ സംഭവത്തിലും അതോടൊപ്പം തന്നെ ട്രെയിനിൽ പുക ഉയർന്ന സംഭവത്തിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്നെന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം തലനാഴിക്ക് ഒഴിവായത്. കാരണം ആർക്കും പരിക്കേറ്റിട്ടില്ല, ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സമാധാനിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ട്രെയിൻ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് അറ്റകുറ്റപ്പണികൾ ചെയ്ത് നമുക്കതിനെ റെഡിയാക്കാം. പക്ഷേ ഒരു മനുഷ്യജീവൻ എന്തെങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു നാശം സംഭവിച്ചാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.